കർക്കിടക മാസമൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങ ആവാറായപ്പോഴാണ് ഉൾവിളി വന്നത്. അങ്ങനെ എന്തായാലും ഇന്ന് അതങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പാൻ അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. കുറച്ച് നട്ട്സ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. തേങ്ങയ്ക്ക് ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം സമയം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു പച്ച മണമുണ്ട്, അത് നല്ലതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ശർക്കരയ്ക്കകത്തിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതാണ്. അതിൽ നിന്ന് കുറച്ചായിട്ട് നമ്മുടെ റാഗിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കട്ട കെട്ടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കൂടെ ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 3-4 തവണയായിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ റാഗിപ്പൊടിയും തേങ്ങായും എല്ലാം കൂടെ ഈ ഒരു പരുവമാവും. ഇനി നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ടില്ല, ചെറിയൊരു ചൂടുള്ള ഒരു പാകത്തിന്. കയ്യിൽ കുറച്ച് നെയ്യ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തു. ഈ ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. റാഗിപ്പൊടി വാങ്ങിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള മടി കാരണം അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ചത്തേക്കുള്ള ഹെൽത്തി സ്നാക്കും ആവും.